ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കേരള യാത്രയിലെ ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണു ചെമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആ സംഭവം വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞിരുന്നു ആസഫ് റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആലം ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹു തആല സിംഹാസനം അവിടെ എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കാട്ടുവളപ്പിൽ പറഞ്ഞിരുന്നു, അവിടെ ഇങ്ങനെ ഒരു അൽഫാത്തിഹ ഒഴിച്ച് യാസീനൊക്കെ ഓതി ദ്വാരക്കാൻ എവിടെ സമയം പേരോടെ എന്നൊക്കെ ചോദിച്ചാണ്ട് ഇപ്പൊ ഇങ്ങനെ കളിയാക്കിനി. അപ്പൊ നമ്മള് ആ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് തഫ്സീറുകൾ വായിച്ചിരുന്നു. ഈ ആയത്ത് വിശദീകരിക്കുന്ന എല്ലാ തഫ്സീറിലും ഉണ്ടത്. ആസഫു ബിൽ ഇസ്മിൽ ആലം എവിടെ ഇല്ലാത്ത? ഏത് തഫ്സീറിലും അതില്ലാത്ത? ഈ ദ്വാ ഏത് ദ്വാ ചങ്ങായിയെ? ഈ ജാഹിൽ ഇന്നലെയും പറയേണ്ടത്, ഇന്നലെ പ്രസംഗിക്കുമ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ആദ്യം പ്രസംഗിച്ച ഊക്കില്ല കേട്ടോ. കാരണം നമ്മളിപ്പോ ഈ തഫ്സീറുകളൊക്കെ കണ്ട് വായിച്ച കുരുവട്ടൂരുകളും കേട്ടിട്ടുണ്ട്. ഓല മുമ്പിൽ എന്തെങ്കിലും ഒന്ന് വെളുപ്പിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അവങ്ങനെ ഇളിച്ചു കട്ടിയാണ്ടാ പറയണേ. പറയുമ്പോ തന്നെ ഓനന്റെ ഒരു ഇതുണ്ട്, ഞാൻ പറഞ്ഞൊക്കെ ജാലത്താണ്, എന്നാലും ഇറ്റങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചു കണ്ട് പറയാണ്. ഇളിച്ചു കട്ടിക്കൊണ്ടാ പറയണത്. എവിടെ അവിടെ ദോർക്കാൻ നേരെന്ന് ഈ ഹയവാന്, ഈ ജാഹിലിന് അറിയോ ഔലിയാക്കളുടെ അവസ്ഥ? ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി സമ്മതിക്കൊപ്പം എങ്ങനെ ഇപ്പൊ ഒരു കാമൽ നിന്നാണ്ട് ഒരു ഖത്ത് ഓതുക? ഷാഫി ഇമാമിനെ സംബന്ധിച്ച് റമദാൻ അല്ലാത്തപ്പോ എല്ലാ ദിവസവും ഒരു ഖത്മ്, റമദാനിലാണെങ്കിലോ അത് ഇരട്ടി. ഇങ്ങനെ എങ്ങനെ ഇപ്പൊ അത് പറ്റുക? അല്ലെങ്കിൽ അങ്ങനെ ഔലിയാക്കളുടെ കറാമത്ത്, അമ്പിയാക്കളുടെ മോചിതത്തൊക്കെ പറയുമ്പം അവിടെ എങ്ങനെ അത് ഉച്ചരിക്കാനുള്ള സമയം, ഉച്ചരിച്ച് ദ്വാരക്കാൻ അവിടെ സമയം എന്നൊക്കെ ചോദിക്കണം. ആ ചോദ്യം തന്നെ ഈ ഹയവാൻ ഔലിയാക്കളെ സംബന്ധിച്ച് ഒരു വിവരമില്ല എന്നുള്ളതിന്റെ അർത്ഥം. പേരോട് സ്ഥാനം പരിഹസിക്കണം, അത്രേ ഈ ഹയവാന്റെ ലക്ഷ്യമുള്ളൂ. ഈ ജാഹിലിന് അത്രേ ലക്ഷ്യമുള്ളൂ. അതിനിപ്പം വേറെ ഔലിയാക്കൾ എത്ര മോശമാക്കിയാലും വേണ്ടിയില്ല, പേരോടിനെ പരിഹസിക്കണം. ഇതാണ് അവന്റെ ലക്ഷ്യം. എന്നിട്ട് ഒന്നേലും പറയേണ്ടത് എവിടെ അവിടെ തോർക്കാൻ സമയം? കണ്ണുമ്പി തുറക്കുമ്പോത്തിന് സാധനം കൊണ്ടുവരല്ലേ. പിന്നെ അവിടെ അതെന്നോട് ഔലിയാക്കൾ എന്ന് പറഞ്ഞാല് ഞാൻ അന്നാള് പറഞ്ഞല്ലോ, അക്കുസമാലല്ലായിലാബറ ഈ ഇസ്മുല്ലാദം ഉച്ചരിച്ച് ദ്വാരുന്നു എന്ന് പറഞ്ഞാൽ ഈ തഫ്സീറായ തഫ്സീറുകളിൽ മുഴുവനും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല തഫ്സീറുൽ ജലാലൈനി ഫഫി നദരിഹി ലസ്സമായി ദാ ആസഫു ബിൽ ഇസ്മിൽ ആലം അയ്യതി അല്ലാഹു ബിഹി ഫഹസല. കണ്ടില്ലേ? ആസഫ് ബിൻ ബഖിയ ഇസ്മുൽ ആലം ഉച്ചരിച്ചുകൊണ്ട് ദ്വാരുന്നു. അതുപോലെ തബരിയിൽ കാണാം ഫദാ ബിൽ ഇസ്മിൽ ആലം, ഇസ്മുൽ ആലം കൊണ്ടുവരുന്നു. ബഹറുൽ മുഹീത്തിൽ കാണാം ഫഫിൽ കലാമി ഹദ്ഫുൻ തഖ്ദീറുഹു ഫദാ അല്ലാഹ് ഫഅതാ ബിഹി ഫഅതാഹു ബിഹി. കണ്ടില്ലേ? അല്ലാഹു തആല കൊണ്ടുവന്നു. ആര് തോർന്നപ്പം? ഇസ്മുൽ ആലം കൊണ്ട് ബഹുമാനപ്പെട്ട ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു തോർന്നപ്പം കൊണ്ടുവന്നു എന്നാണ്. ആരോടാപ്പ അത് പറയണേ? എന്നിട്ടോ ഇങ്ങനെ ഇഴിച്ചായിട്ട് പറയാ, കാരണം ഈ മുമ്പിലിരിക്കണ പൊട്ടന്മാരുണ്ടല്ലോ 4-5 ഐറ്റങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണുപൊടിയിടണല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ അതിനെപ്പറ്റി മുണ്ടീരാന്ന് പറയില്ലേ? കാരണം നമ്മൾ തഫ്സീറൊക്കെ വായിച്ചിട്ട് എന്നിട്ട് പിന്നെ അവസാനം പോകാൻ പറയുന്നുണ്ട്, ഞാനിഞ്ഞിപ്പോ അത് വായിക്കണില്ല, ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ ഉലമാക്കളൊക്കെ കണ്ട് വരട്ടെ, മുസാവറ മെമ്പർമാരൊക്കെ കണ്ട് വരട്ടെ, ചോട്ടകളൊക്കെ മാറിക്ക്, ആ മുസാവറ മെമ്പർ എല്ലാവരും വായിച്ചു കഴിയട്ടെ, അപ്പൊ ഞാൻ അതിന്റെ വിശദീകരണം പറയാതെ. നോക്കിയാടികള് മുമ്പ് അങ്ങനെ കുറെ മാറ്റിച്ചിക്കണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകള് മടവൂർ ഷെയ്ഖുനയുടെ മക്കാമ് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരുമ്പോ ബാക്ക് ഭാഗം ഖബറിന്റെ ഭാഗത്തിലേക്ക് ആക്കി നടന്നു. അത് കുട്ടിയാക്കി വരാറിനല്ല, അത് പാടില്ല, അങ്ങനെയല്ല നടക്കേണ്ടത് എന്ന് പറഞ്ഞാണ്ട് വന്നപ്പോ നമ്മളത് കിതാബ് വായിച്ചു. ഒരുപാട് ഇമാമിങ്ങൾ എഴുതി വെച്ച കിതാബ് വായിച്ചു. എങ്ങനെ നടക്കേണ്ടത്? വലാ യംസിൽ കഹ്കറ, പിന്നോട്ടടിച്ച് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറെ കിതാബാണ് വായിച്ചു. പിറ്റത്തെ പരിപാടിക്ക് എന്താ പറഞ്ഞേ? നിങ്ങളെ മുസാവർ മെമ്പർമാർ വായിക്കട്ടെ, ചോട്ടകൾ മാറിക്ക, അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞേ. എവിടെ ചങ്ങായിയെ? കുടുങ്ങുന്നോർത്ത് പറഞ്ഞൊരു വാക്കാണ് ഇപ്പത്. അല്ലാത്തതിനൊക്കെ ഇത് പറയണ്ടല്ലോ. ഇപ്പൊ ഒരു നാടൻ കാക്ക ഒരു ചങ്ങായി ഒരു വീഡിയോ ഇതിനല്ലോ ഈ നൗഷാദിന്, അത് വരെ മുറിച്ചാണ്ട് ക്ലിപ്പിട്ട് പറയുന്ന ആളാണ് ഇപ്പോഴേ. ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചപ്പം ചോട്ടകൾ മാറിക്ക്, മുസാവറ മെമ്പർമാർ പ്രതികരിക്കട്ടെ എന്ന്. എത്തിനാണി മൂട്ടനെ കൊല്ല ആരെങ്കിലും തോക്കെടുക്കുവോ? അന്നൊക്കെ എജ്ജത്തത് മനസ്സിലാക്കിയേ. മഹാന്മാരായ ഇമാമികൾ എഴുതി വെച്ച കിതാബുകൾ അങ്ങനെ വായിക്കണേ.
മുഫസ്സിരികൾ എഴുതി വെച്ച തഫ്സീറ വായിച്ചേ. അതിന് മറുപടി പറയാനുണ്ടെങ്കിൽ ദാ ആസഫു ബിൽ ഇസ്മിൽ ആലം എന്ന് ജലാലൈനിയിൽ പറഞ്ഞതിന് ഖണ്ഡനം പറയാൻ ഏത് കോമാണ്ടി ബീരാണ്ടി സുലൈമാണ്ടി ഉണ്ടെങ്കിലും കൊണ്ട് കൊണ്ടുപോവാ ചെയ്യും. ചോട്ടകൾ മാറിക്കുന്നു കുടുങ്ങുമ്പോ പറയാൻ വേണ്ടിയില്ല.